കയമ ഹാർബറിൽ ഒരു അടിപൊളി ഫിഷിങ്ങിന് വേണ്ടി ഇറങ്ങിയാണ്. പക്ഷെ മീനൊന്നും കിട്ടിയിട്ടില്ല. നമ്മുടെ അഖിൽ ബ്രോയൊക്കെ ഇവിടെ നിന്നിട്ട് പറന്ന് മീൻ പിടിക്കുന്നു. ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ നമ്മുടെ ആലം ബ്രോ അപ്പുറത്ത് നിന്നിട്ട് അതിനേക്കാളും തകർത്ത് മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആലം ബ്രോ, ചൂണ്ടയെ പറ്റി 2 വാക്ക് പറയാം. ഏത് കമ്പനിയുടെ ചൂണ്ടയാണ് ഇത്? ഡൈവേയുടെ ചൂണ്ടയാണ്. ഇൻഫീസ്റ്റ് എന്ന് പറയുന്നത്. ലൈറ്റ് ടാക്കിൾ, അൾട്രാ ലൈറ്റ്. സോ ഇത് പിടിച്ചേ. അൾട്രാ ലൈറ്റ് ടാക്കിള്. സോ മാക്സിമം 5 gram വെയിറ്റ് ലൂർ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചൂണ്ട. ഇത് നമ്മളുടെ യാക്കാസിനെയൊക്കെ പിടിക്കാനുള്ള നല്ലൊരു പറ്റിയൊരു. അതെ അതെ അതെ, അയല. യെല്ലോ ടെയിൽ സ്കാഡ് എന്ന് പറയും ഇവിടെ ഓസ്ട്രേലിയയിൽ. സോ അതിനെ പിടിക്കാൻ നല്ലൊരു ചൂണ്ടയാണ്. നല്ല സെൻസിറ്റീവ്. അറ്റ് ദ സെയിം ടൈം ലൈറ്റ് ലൈനാണ്. ബ്രേഡ് ഇസ് ഐ തിങ്ക് 0.6p എന്ന് പറയുന്ന ലൈറ്റ് ടാക്കിള്. ലൈറ്റ് ലൈനാണ് ബ്രേഡ്. ഇതിൻ്റെ ല്യൂർ എന്ന് പറഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് ല്യൂറാണ്. സോ മേ ബി ഇതിനകത്ത് ഫിക്കൻ ഫോക്കസ്. സോ അങ്ങനത്തെ ഇതാ. സിലിക്കണാ? പ്ലാസ്റ്റിക്, സോഫ്റ്റ് പ്ലാസ്റ്റിക്. സോ ബൈറ്റ് ടൈം ഉള്ളപ്പോൾ ഇറ്റ്സ് ക്വൈറ്റ് എഫക്റ്റീവ്. ഐ മീൻ ഒരുപാട് നമ്മളുടെ യാക്കാസിനെ പിടിക്കാൻ പറ്റും. യെല്ലോ ടെയിൽ സ്കാഡ്. ചെറിയ മീനാണ്. അതെ അതെ അതെ, അയല. യെസ്. പിന്നെ നമ്മളിവിടെ കിട്ടുന്ന വേറൊരു മീനുണ്ടല്ലോ, പൈക്ക്. യെസ്, അതൊരു നമ്മളുടെ ഷീലാവോ? അതെ അതെ അതെ, ചെറിയൊരു മീൻ. ബാരക്കൂഡ അല്ല, പക്ഷേ ഇറ്റ്സ് എ സ്മോളർ വേർഷൻ. പക്ഷെ അത് ഭയങ്കര സ്മെല്ലി ഫിഷാണ്. സ്മെൽസ് അലോട്ട്. ഭയങ്കര ഒരു. പിന്നെ നമുക്ക് സാൽമൺ ഉണ്ട്, ബൊണീറ്റോ, പിന്നെ കിങ് ഫിഷ്. കുറച്ചുകൂടെ ഫിഷിംഗ് ഗിയറിന് വെച്ചിട്ട് ആലം ബ്രോയെ കൊണ്ട് വീഡിയോ ചെയ്യുന്നതാണ്. ആലം ബ്രോയ്ക്ക് കുറേ ഫിഷിംഗ് ഗിയേഴ്സ് ഉണ്ട്. അഖില, മീൻ വല്ലതും കിട്ടിയെങ്കിൽ കാണിക്കുവാണെങ്കിൽ നല്ലതായിരുന്നു. അതെ, മരുന്നിനെങ്കിലും ഒരു മീനെ കിട്ടിയിരുന്നെങ്കിൽ. അതെ.